ഓഗസ്റ്റ് 15-ാം തീയതി ക്രൈസ്തവരായ എല്ലാ ഭാരതീയർക്കും വലിയ സന്തോഷമുള്ള ദിവസമാണ്. കാരണം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളും സ്വതന്ത്ര ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിന ആഘോഷവും ഒന്നിച്ചു വരുന്ന ദിവസമാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന്. അപ്പോൾ ആരാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്? ഈശ്വരനാണ്. എങ്ങനെയാണ് അവൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നത്? ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം, അർഹത, യോഗ്യത നമുക്ക് നൽകിക്കൊണ്ട് ഈ ഭൂമിയിൽ ജന്മം നൽകി എന്നുള്ളതാണ്. പരിശുദ്ധ കന്യകാമറിയം ദൈവപുത്രനായ യേശുവിനെ, ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ജനിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അവളുടെ ഗർഭപാത്രം അതിനായി ഒരുക്കി. അവൾ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന്. അങ്ങനെ അവൾ സ്വർഗാരൂപിതയായി ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് വിടുതൽ ലഭിച്ചുകൊണ്ട് സ്വർഗാരോപണം ചെയ്യപ്പെടാൻ അവൾക്ക് കഴിഞ്ഞത് യേശുവിന് പിറക്കാനുള്ള ഒരു ഗർഭപാത്രം അവൾ സ്വതന്ത്രമായി വിട്ടുകൊടുത്തപ്പോഴാണ്. അതവൾക്ക് നിത്യസ്വാതന്ത്ര്യം നൽകുന്ന നിത്യസത്യമായ ഈശ്വരൻ്റെ സമ്മാനമാണ്. ഭാരതീയരായ നമുക്കറിയാം, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ രാഷ്ട്രപിതാവ് അഹിംസ എന്ന പ്രസ്ഥാനത്തിലൂടെയാണ് അപരനെ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട്, അപരന് ജീവിത സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഇതിനെല്ലാം അർത്ഥമാക്കുന്നത് ഇതാണ്: സ്വാതന്ത്ര്യം എടുക്കാനുള്ളതല്ല, കൊടുക്കാനുള്ളതാണെന്ന്. നമുക്കറിയാലോ, കൊടുക്കുന്നവരാണ് സമ്പന്നരായിട്ടുള്ളത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ എന്താണോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, അത് നമുക്ക് അതിനിരട്ടിയായിട്ട് തിരിച്ചു കിട്ടും. ഒരു ബാങ്കിൽ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. അത് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥനയുടെ വരി കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നവരാകാം. ആ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴല്ലേ മറ്റുള്ളവരുടെ സന്തോഷം നമുക്ക് കാണാനും അനുഭവിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. എല്ലാവരും ഈ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. ബൈബിളിൽ പറയുന്ന സുവർണ നിയമം: നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവോ അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്നാണ് പറയുന്നത്. നമ്മളും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ആ സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കാൻ നിർബന്ധിതരാണ്. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളും സ്വതന്ത്ര ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനവും ആഘോഷിക്കുന്ന ഈ ദിവസം നമുക്ക് എല്ലാവർക്കും അപരനെ സ്വാതന്ത്ര്യം കൊടുക്കുന്നവരാകാം. മാനസികമായും ശാരീരികമായും ആത്മീയമായും ഭൗതികമായും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യം. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.